ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ജീവിതാരോഗ്യത്തെ പറഞ്ഞു വരുന്ന പരമ്പരയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ കുറിച്ച് മാത്രം ആലോചിച്ചു പോകുമ്പോൾ സഹവർത്തിത്വം, സഹകരണം, അതുപോലെ സാഹോദര്യം, സൗഹൃദം, സത്സംഗം തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള പ്രാധാന്യം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഗണിക്കുന്നവരാണ് ആധുനിക കാലത്തെ വ്യക്തിപരതയിൽ ജീവിക്കുന്നവരിൽ ഭൂരിഭാഗവും. ഈ സഹവർത്തിത്വം എങ്ങനെയാണ് ഒരു ജീവിത ശക്തിയായി മാറുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യമില്ലാത്തത് കൊണ്ടാണെങ്കിൽ വ്യവസ്ഥയായി നിൽക്കുമ്പോഴാണ്, ഒരു വ്യവസ്ഥയിലായിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്, ജീവിത മേധയ്ക്ക് ശക്തി ഉണ്ടാവും. അപ്പോ അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ വിധമാണ്. Only systems, not individuals, can win the race. ഒന്നിലധികം സത്തകൾ ഒരു പൊതുവിടത്തിൽ ഒരുമിച്ച് നിൽക്കുവാൻ തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകളെ ഉദാരീകരിക്കുമ്പോൾ അവിടെ ഒരു പൊതു മനസ്സ് പ്രത്യക്ഷമാകും. ഈ പൊതു മനസ്സിനെ പേറുന്ന സത്തകൾ ചേർന്നുണ്ടായ പൊതുസത്തയാണ് വ്യവസ്ഥ. ഘടക മനസ്സുകൾക്ക് അതീതമായി വ്യവസ്ഥയെ സ്വയം നിയന്ത്രിക്കുന്നത് ഈ പൊതു മനസ്സായിരിക്കും. മനുഷ്യ ശരീരവും കുടുംബങ്ങളും കുലങ്ങളും ഗോത്രങ്ങളും ജാതികളും മതങ്ങളും സ്ഥാപനങ്ങളും കോർപ്പറേറ്റുകളും സർക്കാരും രാഷ്ട്രവും എല്ലാം വ്യവസ്ഥകളാണ്. എന്നാൽ മനസ്സുകളെ ഉദാരീകരിക്കാതെയുള്ള സ്വതന്ത്രേച്ഛയുള്ള സത്തകൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് കൂട്ടം. കൂട്ടത്തിന് പൊതുമാനസമോ നിയന്ത്രണമോ ഗതിയോ പ്രാപ്തിയോ ഉണ്ടാകില്ല. ഇതാണ് നമ്മുടെ പ്രമേയം. വ്യവസ്ഥകൾക്ക് മാത്രമാണ് ജീവിതത്തില് വിജയം കണ്ടെത്താനാവുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചത്. നാം ഒരു സൗഹൃദത്തിലാകുമ്പോൾ അവിടെ ഒരു വ്യവസ്ഥ ഉണ്ടായി വരുന്നുണ്ട്. വ്യവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒന്നിലധികം സത്തകൾ ഒരു പൊതുവിടത്തിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഒന്നിലധികം വ്യവസ്ഥകൾ ഒരു പൊതു ഇടത്തിൽ ഒരുമിച്ച് നിൽക്കുന്നു. ഒരു ഇടം എന്നുള്ളത് ഒരു സത്തയ്ക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സത്തയ്ക്ക് നിലനിൽക്കണമെങ്കിൽ അതിനൊരു ഭൂമിക ആവശ്യമാണ്, അതിനൊരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഭൂമിക ഒരു സത്തയ്ക്കുണ്ട്, മറ്റൊരു സത്തയ്ക്കും ഇതുപോലെയുണ്ട്. രണ്ടുപേരും ഒരു പൊതു ഇടത്ത് വരുമ്പോൾ ഈ ഭൂമികയെ ഇവർ പങ്കിടുന്നു. അപ്പോ സ്വന്തം ഭൂമികയെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ധർമ്മ സമ്പ്രദായം, ധർമ്മ ആസൂത്രണത്തെയാണ് ആ സത്തയുടെ മനസ്സെന്ന് പറയുക. സ്വന്തം ശരീരം, സ്വന്തം പ്ലാറ്റ്ഫോം ഒക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ആസൂത്രണ പ്രക്രിയയാണ് മനസ്സ്. അവിടെ അതിന്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യവും അധികാരവും ഇച്ഛയും എല്ലാം ആ സത്തയ്ക്ക് ഉണ്ടായിരിക്കും. അതുപയോഗിച്ചുകൊണ്ടാണ് മനസ്സ് പ്രവർത്തിക്കുക. എന്നാൽ ഒരു പൊതുവിടത്തിലെത്തുമ്പോൾ രണ്ടുപേരും ഒരു പൊതുഭൂമികയിൽ, ഒരു പൊതുസ്ഥലത്ത് ഒത്തുചേരേണ്ടെന്ന ആവശ്യമുണ്ടായി വരുന്നുണ്ട്. അപ്പോ അവിടെ ഒരുമിച്ച് നിൽക്കുവാനായിട്ട് സ്വന്തം ഇച്ഛയെ, സ്വന്തം മനസ്സിനെ, സ്വന്തം താല്പര്യത്തെ, സ്വന്തം നിയന്ത്രണത്തെ, സ്വന്തം ആസൂത്രണത്തെ ഉദാരീകരിക്കുക എന്ന ഒരു കാര്യം, ലിബറൽ ആക്കുക എന്ന് വെച്ചാൽ അത് കളയുകയല്ല, വേണ്ടെന്ന് വെക്കുകയല്ല, ഉദാരീകരിച്ചുകൊണ്ട് അപരസത്തയുടെ, അതേ സ്ഥലം പങ്കിടുന്ന സത്തയുടെ ഉദാരീകരിച്ച മനസ്സുമായി കോൺഗ്രുവൻസിലാവുക, പൊരുത്തത്തിലാകുന്ന ഒരവസ്ഥ. ഇങ്ങനെ രണ്ടും കൂടെ പൊരുത്തത്തിലാകുന്ന സമയത്ത് അപ്പൊ എനിക്കുള്ള മനസ്സും നിനക്കുള്ള മനസ്സും ഉദാരീകരിച്ച് വെള്ളം ചേർന്ന് ലഘുവായി ഒരുമിച്ച് ചേർന്ന് സമ്മിശ്രണം നടന്ന് അതൊന്നായി നിൽക്കുമ്പോ അവിടെ ഒരു പൊതു മനസ്സ് പ്രത്യക്ഷമാകും. ഈ പൊതുമനസ്സിന്റെ പ്രത്യേകത അതുവരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്.
ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ഒറ്റയ്ക്ക് എന്നുള്ള അവസ്ഥ വിട്ടിട്ട് ഒരുമിച്ച് എന്നുള്ള അവസ്ഥയായപ്പോ അവിടെ ആ ഒരു പൊതുമനസ്സ്, അതുവരെ ഇല്ലാത്തൊരു പൊതുമനസ്സ് പ്രത്യക്ഷമാകും. ഈ പൊതുമനസ്സിനെ ആരാണ് പേറുന്നത്? ഞാനാണോ നീയാണോ? ഞാൻ നീയും കൂടെ ചേർന്നിട്ടാണ് ഈ പൊതുമനസ്സുണ്ടായത്. പൊതുമനസ്സിനെ ആരാണ് പേറുന്നത്? ഞാനാണോ നീയാണോ എന്നുള്ളതൊന്ന് ആലോചിക്കും. ഈ പൊതുമനസ്സിനെ പേറുന്ന ആ ഒരു ശരീരം എന്ന് പറയുന്നത് നമ്മളാണ്, ഞാനല്ല, നീയല്ല. എന്റെ മനസ്സോ നിന്റെ മനസ്സോ അല്ല, നമ്മളാണ്. ഈ പൊതുമനസ്സിനെ പേറുന്ന സത്തകൾ ചേർന്നുണ്ടായ പൊതുസത്ത, ആ സത്തയാണ് നമ്മൾ വ്യവസ്ഥ എന്ന് പറയും. നമ്മൾ എന്ന് പറയുന്ന വ്യവസ്ഥ. ഈ നമ്മൾ എന്നുള്ള വ്യവസ്ഥ നമ്മൾ തമ്മിൽ ചേരുന്നത് വരെ ഉണ്ടായിരുന്നില്ല. നമ്മൾ തമ്മിൽ ചേർത്തപ്പോൾ നമ്മുടെ മനസ്സുകൾ ഉദാരീകരിച്ച് അവ സമ്മിശ്രണം ചെയ്തപ്പോ, ഒരുമിച്ച് ചേർന്നപ്പോ ഈ ഒറ്റയ്ക്ക് എന്നുള്ള അവസ്ഥയ്ക്ക് വിട്ടിട്ട് ഒരുമിച്ച് എന്നുള്ള അവസ്ഥ വന്നു. ഈ ഒരുമിച്ച് എന്നുള്ള അവസ്ഥ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഭൗതിക സമ്പ്രദായത്തെയാണ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അത് പേറുന്ന ആ ഒരു പ്രവർത്തന സംവിധാനത്തെയാണ്, ധർമ്മ സംവിധാനത്തെയാണ് പൊതുമനസ്സ് എന്ന് പറയുന്നത്. ഈ ഘടക മനസ്സുകളല്ല ഈ പൊതു വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത്. ഘടക മനസ്സുകളല്ല, ഘടകങ്ങളല്ല പൊതുമനസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. ഘടക മനസ്സുമല്ല, എന്റെയോ നിന്റെയോ മനസ്സല്ല നമ്മുടെ പൊതുവായിട്ടുള്ള പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. ഈ പൊതുമനസ്സായിരിക്കും. ഈ പൊതുമനസ്സിനെ നമ്മൾ സാധാരണ പറയുക മാസ്റ്റർ മൈൻഡ് എന്നാണ്. മാസ്റ്റർ മൈൻഡ്, എന്റെ മനസ്സും നിന്റെ മനസ്സും കൂടെ ചേർന്നിട്ട് അവർ മൈൻഡ് കമ്പൈൻസ് ആൻഡ് ഫോംസ് മാസ്റ്റർ മൈൻഡ്. അപ്പൊ ഈ പൊതുമനസ്സ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ശക്തമായിരിക്കും, നമുക്കറിയാവുന്നതിനേക്കാളും ശക്തമായിരിക്കും. അതിന് ഒരു ഭാവനയുണ്ടായാൽ അത് സാധൂകരിച്ചിരിക്കും, അത് നടപ്പിലാക്കിയിരിക്കും. നമുക്ക് ഭാവനയുണ്ട്, നമ്മുടെ ഭാവന ഡിസ്റ്റോർട്ട് ചെയ്തു പോകും. പക്ഷെ മാസ്റ്റർ മൈൻഡിന്റെ ഭാവന ഡിസ്റ്റോർട്ട് ചെയ്യില്ല. മാസ്റ്റർ മൈൻഡിന് ഭാവനയുണ്ടായാൽ മാസ്റ്റർ മൈൻഡ് നിലനിൽക്കുന്നിടത്തോളം അത് ഫങ്ഷൻ ആയിക്കൊണ്ടിരിക്കും, അത് അതിന്റെ ഉപരിവ്യവസ്ഥയോട് സംവദിച്ചു കൊണ്ടിരിക്കും, അത് നടപ്പിലാക്കിയിരിക്കും. അപ്പോ ഘടക മനസ്സുകൾക്ക് അതീതമായി വ്യവസ്ഥയെ സ്വയം നിയന്ത്രിക്കുന്നത് ഈ മാസ്റ്റർ മൈൻഡ് ആയിരിക്കും. ഈ വ്യവസ്ഥയെ നമുക്ക് എവിടെയൊക്കെ കാണാം എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. അതായത് വ്യവസ്ഥയുള്ളിടത്താണ് മാസ്റ്റർ മൈൻഡ് ഉണ്ടാവുക. മനുഷ്യ ശരീരം ഒരു വ്യവസ്ഥയാണ്. മനുഷ്യ ശരീരത്തിൽ ഞാൻ എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്ന, നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കുന്ന മനസ്സില്ലേ? ഈ മനസ്സ് സത്യത്തിൽ എന്താ? ഇത് കുറെ അവയവങ്ങളുടെ അല്ലെങ്കിൽ കലകളുടെ അല്ലെങ്കിൽ കോശങ്ങളുടെ അവയുടെ മാസ്റ്റർ മൈൻഡാണ്. അവിടെയൊക്കെയുള്ള ഓരോ ഞാനുകളുടെ ചേർന്ന മനസ്സാണ് എന്റെ മനസ്സെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാരായണ ഗുരു നിങ്ങളെ ഞാൻ എന്ന് പറയരുത്, അത് അഹങ്കാരമാണ്, നാം എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ നാം ആയിരിക്കുന്ന ആ മനസ്സുണ്ടല്ലോ, എന്നുവെച്ചാൽ കുറേയേറെ കോശങ്ങളും കുറേയേറെ സമ്പ്രദായങ്ങളും ഒരുമിച്ച് ചേർന്നുണ്ടായ മനസ്സ്, അതാണ് എന്റെ ശരീരം, ഞാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് കുടുംബം എന്ന് പറയുന്നത്. കുറച്ച് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നതല്ല കുടുംബം. വ്യക്തികൾ അവരുടെ മനസ്സുകളെ ഉദാരീകരിച്ച് പരസ്പരം മെർജ് ചെയ്ത് സമ്മിശ്രണം ചെയ്ത് ഉണ്ടായതാണ് കുടുംബം. കുടുംബം ഒരു ഒഴുക്കുകൂടെയാണ്, വെറും ഒരു യാദൃശ്യമായിട്ടുള്ള ഒരു ഫോർമേഷൻ അല്ല, അതൊരു ഒഴുക്കാണ്. പരമ്പരകളുടെ ഒഴുക്കുകൂടെ ഉണ്ട് അതിനകത്ത്. അപ്പോ അങ്ങനെ അതിന്റെ കുറച്ചുകൂടെ വികസിത രൂപമാണ് കുലം എന്ന് പറയുന്നത്. അതിന്റെ കുറച്ചുകൂടെ വികസിച്ച രൂപമാണ് ഗോത്രം എന്ന് പറയുന്നത്, ജാതി എന്ന് പറയുന്നത്. ജാതി ഇല്ല, മതമില്ല, ജാതി വേണ്ട എന്നൊക്കെ പറയുന്നത് ഇതറിയാത്തത് കൊണ്ടാണ്. ജാതി, മതം ഒക്കെ അങ്ങനെയാണ് ഉണ്ടാവുന്നത്. സ്ഥാപനങ്ങൾ നമ്മൾ പലതിനും സ്ഥാപനവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? സ്ഥാപനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു മാസ്റ്റർ മൈൻഡാണ്, വ്യവസ്ഥയാണ്. കോർപ്പറേറ്റുകൾ ഇന്ന് നമ്മൾ ജീവിതത്തിൽ 40 വട്ടം എതിർത്ത് കുറ്റം പറയുന്നത് കോർപ്പറേറ്റിനെയാണ്. ഈ കോർപ്പറേറ്റ് എന്ന് പറയുന്ന സമ്പ്രദായം, സംവിധാനം ഒരു വ്യവസ്ഥയാണ്.
സർക്കാർ എന്ന് പറയുന്നത് ഇതൊരു വ്യവസ്ഥയാണ്. രാഷ്ട്രം എന്നുള്ളത് ഒരു വ്യവസ്ഥയാണ്. ഇവയെല്ലാം വ്യവസ്ഥകളാണ്. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവയ്ക്കെല്ലാം തന്നെ മാസ്റ്റർ മൈൻഡുകൾ ഉണ്ട് എന്നുള്ളതാണ്. അവയ്ക്കെല്ലാം ഒരു പൊതുമാനസമുണ്ട് എന്നുള്ളതാണ്. ഇവയ്ക്കെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പൊതുമാനസമല്ല, ഇവർക്ക് ഓരോന്നിനും അവരുടേതായിട്ടുള്ള മാസ്റ്റർ മൈൻഡ് ഉണ്ട്. ഇതിൽ നിന്നും വിഭിന്നമായിട്ടുള്ള വേറൊരു സമ്പ്രദായമാണ് കൂട്ടം എന്ന് പറയുന്നത്. മനസ്സുകളെ ഉദാരീകരിക്കാതെ, മനസ്സുകളെ ലിബറലാക്കാതെ ഒരുമിച്ച് ചേരുന്ന സ്വതന്ത്ര സത്തകളാണ്. ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് അതായിരുന്നു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളുകൾ ആരും അവരവരുടെ വ്യക്തിത്വത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. എല്ലാവരും അവിടെ വന്നു, ആ സ്ഥലം ഷെയർ ചെയ്തു. ആ സ്ഥലം ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പൊതുമാനം ഇത്രയേ ഉള്ളൂ: ഞാൻ നിന്നെ മുട്ടരുത്, നീ എന്നെ മുട്ടരുത്. അപ്പോ മനസ്സുകളെ ഉദാരീകരിക്കാതെയാണ് അത് ചെയ്യുന്നത്. അപ്പോ ഓരോ സത്യക്കും സ്വതന്ത്ര മനസ്സുണ്ട്, സ്വതന്ത്ര ഇച്ഛയുണ്ട്. അപ്പൊ ഉദാരീകരിക്കാതെയുള്ള സ്വതന്ത്രേച്ഛയുള്ള സത്തകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് കൂട്ടം. ഈ കൂട്ടത്തിന് മറ്റൊന്നുമായിട്ട് മെർജ് ചെയ്തിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു പൊതുമാനസമില്ല. ഈ കൂട്ടം എന്ന് പറയുന്നതിന് പൊതുമാനസമില്ല. അതിന് പൊതുവായ നിയന്ത്രണവും ഇല്ല. അതുകൊണ്ട് തന്നെ പൊതുവായ ഗതി ഇന്ന ഡിറക്ഷനിൽ പോകണമെന്നില്ല. ഓരോന്നും പല വഴിക്ക് പോകും. അതുകൊണ്ട് തന്നെ ഓരോന്നിനും ഒരു ഡെസ്റ്റൈൻഡ് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് ഉണ്ടാവില്ല. പ്രാപ്തി ഇന്നിടത്താണ് എത്തേണ്ടത് എന്നുള്ള അവസ്ഥ ഉണ്ടാവും. അത് തോന്നുന്ന പോലെ റാൻഡം ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം, കുടുംബത്തെ എടുക്കുക. കുടുംബത്തില് 4 പേർ ഉണ്ട്. അച്ഛൻ, അമ്മ, 2 മക്കൾ ഉണ്ടെന്നിരിക്കട്ടെ. ഈ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെയാണ് കുറച്ചുകൂടെ കോംപ്ലക്സിറ്റി കൂടിയ കുടുംബങ്ങളാണ്. തൽക്കാലത്തിലേക്ക് പോണ്ട സാധാരണ രീതിയിൽ നമ്മുടെ ന്യൂക്ലിയർ കുടുംബത്തെ ഒന്നിനെടുക്കുക. അച്ഛൻ, അമ്മ, 2 കുട്ടികൾ. 2 പേർക്ക് 2 തൊഴിൽ, 2 പേർക്ക് 2 ബാങ്ക് അക്കൗണ്ട്, 2 മൊബൈൽ ഫോൺ, 2 സൗഹൃദങ്ങൾ, 2 ലക്ഷ്യങ്ങൾ, 2 സമയക്രിയ. ഇതെല്ലാം കൊടുത്തത് ആധുനിക കാലത്തെ ഒരു കുടുംബത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. 2 തരത്തിലായിരിക്കുമ്പോൾ മക്കൾക്ക് വെവ്വേറെ മൊബൈൽ ഫോണും മുറികളും ഒക്കെ, മക്കൾക്ക് വെവ്വേറെ സംവിധാനങ്ങളായിരിക്കുന്നു. രക്തബന്ധത്തിന്റെ പേരിൽ ഒരുമിച്ച് ജീവിക്കുന്നു. ഇതിനെ നമ്മൾ കൂട്ടം എന്നാണോ വ്യവസ്ഥ എന്നാണ് പറയുന്നത്? കുടുംബം ഒരു വ്യവസ്ഥയാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നല്ലോ. നമ്മളെ ഈ കുടുംബം ഇപ്പൊ പറയുന്ന 2 ഇടത്തായിരിക്കുന്ന കുടുംബം. ഇപ്പോ കൈയും കാലും ഒരു ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. ഒരു കാലം മുൻപോട്ട് പോകുമ്പോൾ മറ്റേ കാലം പുറകോട്ട് പോകുന്നതുകൊണ്ടാണ് നടക്കുന്നത്. ഇത് പരസ്പരമുള്ള കോർഡിനേഷനാണ്. ഈ കോർഡിനേഷൻ കൃത്യമായിട്ടുള്ള വ്യവസ്ഥയിൽ അത് സംഭവിക്കും. രണ്ടും 2 ലക്ഷ്യമാണെങ്കിൽ ഇപ്പോ സ്വതന്ത്രേച്ഛ നിലനിർത്തിക്കൊണ്ടുള്ള കുടുംബങ്ങൾ, തന്റെ ഒരു വഴക്കമില്ലാത്ത, ഉദാരീകരണമില്ലാത്ത കുടുംബമല്ല, കൂട്ടമാണ്. അത്തരത്തിലൊരു ഒരു സമൂഹമുണ്ടെങ്കിൽ അത് കൂട്ടമാണ്. അത്തരത്തിലൊരു രാഷ്ട്രമുണ്ടെങ്കിൽ കൂട്ടമാണ്. അത്തരത്തിലൊരു സംഘടന, സ്ഥാപനമുണ്ടെങ്കിൽ അത് കൂട്ടമാണ്. ഇപ്പൊ നമ്മുടെ സ്ഥാപനം എടുക്കുക. ഇവിടെ നമുക്ക് ആ കൂട്ടിപ്പിടുത്തമില്ലെങ്കിൽ ഇത് മുമ്പോട്ട് പോകില്ല. എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ 1230 ചില്ലറ ക്ലാസുകൾ അല്ലെങ്കിൽ സുഭാഷിതങ്ങൾ ഇങ്ങനെ എടുക്കാൻ പറ്റിയത്? ഇതൊരൊറ്റ ലക്ഷ്യത്തിൽ നമ്മളിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഇക്കോ വില്ലേജിന്റെ കാര്യത്തില് നമ്മളിതൊന്നും ഭൗതികമായതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു തലം വരെ എത്തിയത്? നമുക്ക് ആ ചേർച്ച വളരെ കുറച്ച് പേരാണുള്ളത്. ആ ഉള്ളവർ ചേർന്നിട്ടുള്ള ഈ ചേർച്ച വന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അത് അതിനും അപ്പുറത്തേക്ക് പോകാത്തത്? അതിവൈവല്യം ആവശ്യപ്പെടുന്ന ഒരു മേഖലയിൽ ഈ ഉള്ളവർ മാത്രം എന്ന് പറയുന്ന ചെറിയൊരു കൂട്ടം മാത്രം മാസ്റ്റർ മൈൻഡ് ഉണ്ടാക്കിയത് കൊണ്ടാണ്, വലിയൊരു മാസ്റ്റർ മൈൻഡ് ഉണ്ടാകാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രളയത്തിന്റെ കാര്യത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ വരുന്നത്? നമ്മുടെ ജനത, ഭരണകൂടമുണ്ട് ഇവിടെ, സമുദായങ്ങളുണ്ട് ഇവിടെ, മതങ്ങളുണ്ട് ഇവിടെ, തൊഴിൽ മതങ്ങളുണ്ട് ഇവിടെ,
പണമതങ്ങളുണ്ട് അവിടെ. ഇതെല്ലാം വ്യവസ്ഥാപിത സംവിധാനങ്ങളാണ്. പക്ഷെ ഇവയെല്ലാം അവയവയവായി നിൽക്കുകയും ഇവ തമ്മിൽ സമഗ്രഭാവമില്ലാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രകൃതി ദുരന്തങ്ങളും പ്രശ്നങ്ങളും എല്ലാം അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. സമൂഹത്തിന്റെ സുരക്ഷ ഇല്ലായ്ക ഉണ്ടാകുന്നത് ഇത് പൊതുവ്യവസ്ഥയാകാത്തത് കൊണ്ടാണ്, മാസ്റ്റർ മൈൻഡ് ആകാത്തത് കൊണ്ടാണ്. ഒരു ജീവിത വിജയം വ്യക്തികളിൽ ഉണ്ടാകാത്തത് അവർ വെറും കൂട്ടങ്ങളായി മാത്രം ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരു വിജയിക്കുന്ന സമൂഹമാണെങ്കിൽ, ഒരു സുസ്ഥിര ജീവന സമൂഹമാണ് ഒരു രാഷ്ട്രമെങ്കിൽ, രാഷ്ട്രത്തിലെ ഓരോ പൗരന്റെയും നിലയും നിലനിൽപ്പും ഒരുമിച്ചാകേണ്ടതല്ലേ, ഒരുമിച്ച് വിജയിക്കേണ്ടതല്ലേ? എന്നിട്ടും ആകാത്തത് എന്തുകൊണ്ടാണ്? രാഷ്ട്രം എന്ന് പറയുന്നത് ഭരണകൂട സംവിധാനം മാത്രമാണ്. അവിടുത്തെ പ്രജകൾ അതുണ്ടായിരുന്നു നേരത്തെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, രാജഭരണകാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ ഫെഡറൽ ഡെമോക്രാറ്റിക് സമ്പ്രദായത്തിലേക്ക് വന്നപ്പോഴേക്കും ആളുകൾ ഛിന്ന ഭിന്നമായി, ആളുകളുടെ മനസ്സുകൾ ഛിദ്രമായി. ഇത് സായിപ്പുണ്ടാക്കി വെച്ചിട്ടുള്ള ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമായി സംഭവിച്ചതാണ്. അങ്ങനെ വിവിധങ്ങളായി കഴിഞ്ഞപ്പോ ഓരോരുത്തരുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം അവനവനിൽ മാത്രം നിക്ഷിപ്തമായപ്പോ, അവനവന്റെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രം ജീവിക്കാനുള്ള ജീവിത സ്വാതന്ത്ര്യം ഭരണഘടന നൽകിയപ്പോ, അവനവന്റെ ജീവിത ഇച്ഛയ്ക്കനുസരിച്ച് മാത്രം ജീവിക്കുകയും അതിൽ ഈ ഭരിക്കുന്നവർക്ക് കപ്പം കൊടുക്കുക മാത്രമാണ് തന്റെ രാഷ്ട്ര ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ രാഷ്ട്രീയമായി വിച്ഛേദിതമാവുകയും ചെയ്തപ്പോ ഈ മാസ്റ്റർ മൈൻഡിൽ നിന്ന് മാറിപ്പോയി. പിന്നെ ഇവനെ രക്ഷിക്കാൻ ആർക്ക് കഴിയും? ഇതേ അവസ്ഥ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, ഇതേ അവസ്ഥ നമ്മുടെ സൗഹൃദങ്ങളിലുണ്ട്, ഇതേ അവസ്ഥ നമ്മുടെ ബന്ധങ്ങളിലുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ ഈ വ്യവസ്ഥ വിട്ട് കൂട്ടമായി നിൽക്കുന്നുവോ, ആ സമ്മിശ്രണം നഷ്ടമാകുന്നുവോ, അവിടെയെല്ലാം ഈ ഛിദ്രത സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് മനസ്സിലാക്കുക, വ്യവസ്ഥകൾക്ക് മാത്രമാണ് വിജയിക്കാൻ കഴിയുക, വ്യക്തികൾക്കല്ല, കൂട്ടങ്ങൾക്കല്ല. അതൊരു വ്യവസ്ഥയാകണം, വ്യവസ്ഥയുടെ ഭാഗമായിരിക്കണം നിങ്ങൾ. ഒരു തട്ടകമുണ്ടായി കിട്ടി അതിനകത്ത് സ്വതന്ത്രമായി ജീവിക്കാം എന്നുള്ള ധാരണയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാനാകില്ല. നിങ്ങളൊരു വ്യവസ്ഥയുടെ ഭാഗമായിരിക്കണം. അതാണ് പ്രകൃതിയുടെ സംവിധാനം. പ്രപഞ്ചം മുതൽ ആദികോശം വരെയുള്ള, പരമമായ കോശം വരെയുള്ള എല്ലാ ഘടകങ്ങളും വ്യവസ്ഥയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അതിനകത്ത് സ്വതന്ത്രേച്ഛയുണ്ട് എന്ന ഭാവനയിൽ വിച്ഛേദിതമായി ജീവിക്കുമ്പോൾ മനസ്സിലാക്കുക, വ്യവസ്ഥകൾക്ക് മാത്രമേ വിജയിക്കാനാവൂ, വ്യക്തികൾക്ക് കൂട്ടങ്ങൾക്ക് വിജയിക്കാനാവും. ഈ ബോധ്യത്തിലായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.